എന്തിനാ അഞ്ജലിയെ കൊന്നത്? ഞാൻ പറയുന്നത് കേക്ക് സാറേ. ഞാൻ എന്തിനാ എന്റെ ഭാര്യയെ കൊല്ലണം? നായക്. സോറി സാർ. സിദ്ധാർത്ഥ്, ഇവിടെ കിട്ടിയിരിക്കുന്ന തെളിവുകളെല്ലാം തനിക്കെതിരാണ്. ഈ കുറ്റം ചെയ്തത് നീയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആയുധം എവിടെ ഒളിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി, അതോടെ ഈ കേസ് അവസാനിക്കും. അഞ്ജലി എങ്ങനെയാ മരിച്ചെന്നുള്ള സംശയത്തില സാറേ ഞാനുള്ളത്. അപ്പൊ വെപ്പൺ എവിടെ ഒളിപ്പിച്ചു വെച്ചെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ സാറേ? വഴിവിട്ട ബന്ധങ്ങളാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് കാരണമാവുന്നെന്ന് ഞങ്ങളും പോലീസും വിശ്വസിക്കാറുണ്ട്. സോ നിങ്ങളുടെ ഭാര്യയ്ക്ക് മറ്റാരെങ്കിലും ഇനിയൊരു വാക്ക് എന്റെ അഞ്ജലിയെ കുറിച്ച് തെറ്റായി പറഞ്ഞാലുണ്ടല്ലോ. സോറി സാർ. അഞ്ജലി എനിക്ക് ജീവനായിരുന്നു സാറേ. സാർ അവളെ പറ്റി തെറ്റായി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. കാരണം നിങ്ങളുടെ നോട്ടത്തിൽ ഞാനിപ്പോ ഒരു ക്രിമിനലാ. എനിക്കെതിരെ കംപ്ലൈന്റ് തന്ന എന്റെ അമ്മായിമ്മയോട് തന്നെ ചോദിക്കും. എന്ന് ഞാൻ എഴുന്നേറ്റ് 2 മണിക്കൂർ ശേഷമേ അഞ്ജലി എഴുന്നേക്കാറുള്ളൂ. അന്ന് ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ അവൾ എഴുന്നേറ്റു. എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് അവളോടൊപ്പം എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുവന്നല്ലേ? എന്താ പറയാനുള്ളത്? അമ്മേ, അതെന്താന്ന് വെച്ചാ മനസ്സിലായി. ആരാ ആള്? സിദ്ധാർത്ഥ്. നിന്റെ കലീഗാണോ? അല്ലമ്മ, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറാ. സിനിമ ഡയറക്ടറോ? അതെ അമ്മേ. അമ്മയോടൊപ്പം ഞാൻ എത്ര സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യുന്നോ അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് ശരിക്കും സെക്യൂർഡായിട്ട് ഫീൽ ചെയ്യുന്നു അമ്മേ. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെ നിനക്കറിയാം? ഓക്കേ, റെഡി? ഓക്കേ, ടേക്ക് പൊസിഷൻ. എല്ലാവരും പോയേ. പ്രൊഡക്ഷൻ, എല്ലാവർക്കും വെള്ളം കൊടുത്തേ. റെഡി, ഗോയിങ് ഫോർ ടേക്ക്. റെഡി സർ. ലക്ഷ്മൺ, റെഡി സർ. ക്ലാപ്പ്. സ്റ്റാർട്ട് സൗണ്ട്. അങ്ങോട്ട് മാറുന്നു. റൺ ത്രൂ. അതൊക്കെ ഫീൽഡാണ്, അങ്ങോട്ട് മാറി നിൽക്കേ. പഠിപ്പുള്ളത് പോലെ ഉണ്ടല്ലോ. ഇങ്ങോട്ട് വന്ന്. ഇവരൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്ന് നിൽക്കുക. അവിടെ പോയി നിൽക്ക്. ഗെറ്റ് ഔട്ട്. സാറേ ഇതെന്റെ മേഡോ. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. ഡിസ്നി കമ്പനി മാർക്കറ്റിംഗ് ഹെഡാ. ഇറ്റ്സ് ഓക്കെ സർ, മൈ ഫോൾട്ട്. എനിവേസ്, കൺഗ്രാറ്റുലേഷൻസ് സർ. സർ, ഞങ്ങളുടെ കമ്പനിക്ക് മഹാഭാരത മൂവിയുടെ പ്രൊപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങളത് ഓക്കെ ചെയ്തു. താങ്ക് യു സോ മച്ച്. സോറി. മഹാഭാരതം എന്ന് പറയുന്നത് എൻ്റെ ഡ്രീം പ്രോജക്റ്റാ. അതിനെപ്പറ്റി ഞാൻ ചോദിച്ച ഉടനെ പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് ഓക്കെ സർ, ഐ അണ്ടർസ്റ്റാൻഡ്. പിന്നെ April 14 ഞങ്ങളുടെ ഹെഡ് ഗോഗോ എലിയൻ നിന്നും എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. ഗോഗോ സാറോ? അതെ സർ. ചെന്നൈയിൽ ലാൻഡായ ഉടൻ തന്നെ അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ അസ്ഥി രാമേശ്വരത്തിലുള്ള ധനുഷ്കോടിയിൽ ഒഴുക്കുന്നതിന് വേണ്ടി ബൈ റോഡ് ട്രാവൽ ചെയ്തു പോകും. അദ്ദേഹമാണ് ഈ പ്രോജക്റ്റ് ഫൈനൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ 14 അദ്ദേഹത്തിന്റെ ഒപ്പം യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആ പ്രോജക്റ്റ് ഫൈനൽ ചെയ്യുകയും ചെയ്യാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ അദ്ദേഹത്തെ ബുക്ക് ചെയ്തോളൂ. ബൈ ദ ടൈം നിങ്ങൾ ട്രിച്ചിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ബി 11. ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ വന്ന് ജോയിൻ ചെയ്തോളാം. ഓക്കെ സർ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ. സീ യു. റെഡി? അങ്കിൾ, ഇതൊന്ന് പിടിക്കാമോ പ്ലീസ്? ഗുഡ് മോർണിംഗ് സർ. വേർ ആർ യു? അറൈവൽസിന്റെ അവിടെ ഉണ്ട് സർ. ഞാനും അറൈവൽസിൽ തന്നെയാണുള്ളത്. എന്നെ എങ്ങനെയാണ് നീ മനസ്സിലാക്കുക? സർ, ഞാൻ ബോർഡ് പിടിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട് സർ. ബോർഡ് വെച്ച് നിൽക്കാൻ നീ ടാക്സി ഡ്രൈവറോ അതോ ഹോട്ടൽ മാനേജറോ?
അത് സർ, ഞാൻ സാറിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ ഈ ബോർഡ് പിടിച്ച് ഇവിടെ നിൽക്കുന്നത് സർ. ഈസി ആയിട്ട് അടയാളം കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പുലിവേഷം ഇട്ടോണ്ട് ഡങ്കിച്ചിക്ക് എന്ന് ഡാൻസും കളിച്ചോണ്ട് വരാം. അപ്പൊ കുറച്ചുകൂടെ ഈസി ആവുമല്ലോ. നെറ്റിൽ നോക്കിയാൽ എന്റെ ഫോട്ടോ അല്ലാതെ എന്റെ ഇൻഫർമേഷൻ ഉണ്ടാവുമല്ലോ. സോറി സർ, ഞാൻ ആ കാര്യം മറന്നുപോയി സർ. ഷാർപ്പ് അല്ലാത്ത ബ്രെയിൻസും ഹോട്ട് അല്ലാത്ത ചിപ്സും എനിക്ക് ഇഷ്ടമല്ല. വാട്ട് എ സിൽക്കി ഹെയർ. ബ്രെയിൻ ഷാർപ്പ് അല്ലേലും കുഴപ്പമില്ല. ചിക്ക് ഹോട്ടായാൽ മാത്രം മതി. ഓ, വെൽക്കം ടു ഇന്ത്യ സർ. ഓ, താങ്ക് യു വെരി മച്ച്. ഓ, താങ്ക് യു, താങ്ക് യു. എക്സ്ക്യൂസ് മീ. എന്തിനാണ് താനിപ്പോ കരയുന്നത്? ഇത് ആനന്ദ കണ്ണീരാ സാറേ. 4 വർഷം മുമ്പ് എന്റെ മോൾ എന്നെ വിട്ടിട്ട് അമേരിക്കയിലേക്ക് പോയി. നിങ്ങളും അങ്ങനെ പോയ ആളായിരിക്കും. ഇത്രയും വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നിങ്ങളെ മോളെ കണ്ട ഉടനെ സന്തോഷത്തില് സാർ കെട്ടിപ്പിടിച്ചില്ലേ? അത് കണ്ടപ്പോ എന്റെ മോളെ ഓർമ്മ വന്ന്. മോളെ, ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ എന്റെ മോള് ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. നീ ഒരു കാര്യം ചെയ്, ഇത് കൈ പിടിച്ചോണ്ട് നിന്ന് വാചകം അടിക്കാതെ ഒന്ന് പോടാ. വല്ലാതെ ബോറടിക്കുന്നു. എന്തെങ്കിലും തമാശകൾ പറയാലോ. കഷണ്ടിത്തലയിൽ മുടി കിളിക്കണമെങ്കിൽ ദിവസവും 2 നേരം ഉപയോഗിക്കൂ നവരത്ന ഓയിൽ. മുട്ടോളം മുടി വളരുവാൻ നവരത്ന ഓയിൽ. എന്തുവാടാ കിടന്ന് കാർന്ന്? സാറല്ലേ പറഞ്ഞു തമാശ വല്ലതും പറയാൻ. എന്നോട് തമാശ പറഞ്ഞിരിക്കാൻ നീ എന്റെ അളിയനാണോ? അളിയനായാലും മതി. ഞാൻ പറയാൻ പറഞ്ഞത് അഞ്ജലിയോടാ. ഞാനാണോ സർ? ഡയറക്ടർ എവിടെ? എയർപോർട്ടിലോട്ടൊന്നും കണ്ടില്ല. അദ്ദേഹം തൃച്ചിയിൽ വെച്ച് ജോയിൻ ചെയ്യാമെന്നാ പറഞ്ഞ സർ. ആള് കാണാൻ എങ്ങനെ ഉണ്ടാവും? ആള് ഡയറക്ടർ ആണെങ്കിലും കാണാൻ ഹീറോയെ പോലെ ഉണ്ടാവും. എന്നെക്കാളും സുന്ദരനാണോ? എന്ത് സൗന്ദര്യമാണെന്ന് അറിയാ സാറേ. സാർ അടുത്തേക്കാണെങ്കിൽ അച്ഛനും മോനും ആണെന്നേ പറയൂ നീ സാറേ. മേടിച്ചിട്ടേ പോ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മണി, എന്റെ ലഗേജ് എടുത്തു വെച്ച് നീ കാർ കൊണ്ട് പോയിക്കോ. സർ, ഞാൻ ഏയ്, എടുത്തോളാം. അതൊന്നും വേണ്ട. പുതിയ ഡ്രൈവറാണോ? കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലോ. അതിരിക്കട്ടെ, നിങ്ങളുടെ ബോസ് എവിടെ? ഇദ്ദേഹമാണ് ഞങ്ങളുടെ ബോസ്. സോറി സാർ, സിദ്ധാർത്ഥ്. പിണങ്ങിയോ? ഡ്രൈവിംഗ് അറിയാവോ? യാ. സാറിന് ചെയ്യാൻ പറ്റുമ്പോ എനിക്ക് ചെയ്യാൻ പറ്റില്ലേ? വാട്ട് യു മീൻ? അതായത് സാറിന്റെ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എന്റെ ഏജിൽ എനിക്കും ചെയ്തു. എന്റെ വയസ്സ് എത്രയാ? ജസ്റ്റ് 28 സാർ. മൈൻ ഈസ് 32. ആരടാ അത്? പോയാലോ? ഓക്കെ, പ്രൊസീഡ്. 1 lady, 5 husbands, 100 villains, 1 cunning fellow. This the story. അതെ സാർ. We will do one betterment, bro. ഓക്കെ സാർ. 1 lady, 100 husbands, 5 villains, 1 cunning fellows as it is. How is my betterment, Anjali? ഒരു മാറ്റത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. എപ്പോഴാ നിങ്ങളൊക്കെ ഒന്ന് മാറുക? വേണ്ട സർ, മഹാഭാരതത്തെ ഇന്ത്യക്കാര് വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത് സർ. ഇത് സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാ സർ. വാവ്, കണ്ടില്ലേ അഞ്ജലി എത്ര ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞതെന്ന്? ഇപ്പൊ എനിക്കും കുറച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, നോ ചേഞ്ച്, സ്റ്റോറി ആസ് ഇറ്റ് ഈസ്. ലെറ്റ് us discuss about casting. ഓക്കെ സാർ. ധർമ്മനായി നാഗാർജുന, ഭീമനായി പ്രഭാസ്, അർജുനായി ജൂനിയർ NTR, നകുലനായി നാനി സാർ,
സഹദേവനായി ശരവണൻ സർ, ദ്രൗപദിയായി ദീപിക പതുക്കോൺ. പടക്കോ? ഭാഗ്യം അണ്ണാക്കിൽ വെച്ച് പൊട്ടിക്കാൻ പറഞ്ഞില്ലല്ലോ. പടക്കോ അത്രേ. എന്തിനാണോ ന്യൂ കമേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? സർ അവരൊക്കെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സാ. ഓ ഇവിടെ ഉള്ളവരൊക്കെ കമ്മിറ്റ് ചെയ്ത പൈസ മാത്രമേ കിട്ടൂ, ഡോളേഴ്സ് കിട്ടില്ല. ഡോളേഴ്സ് കിട്ടണമെങ്കിൽ കോസ്റ്റിംഗ് എങ്ങനെ ഉണ്ടാവണമെന്നറിയോ? ധർമ്മനായിട്ട് ഡെഞ്ചിൽ വാഷിംഗ്ടൺ, ഭീമനായിട്ട് ബ്രൂസ്ലി, അർജുനനായിട്ട് ആന്റണിയോ ബാൻഡ്രസ്, നകുലനായിട്ട് നിക്കോളസ് കേജ്, ദ്രൗപദിയായിട്ട് ഡെമി മോർ. This is final casting. This is the dollar pulling casting. എന്റെ അമ്മോ, എന്താടോ? എന്തിനാ ഇപ്പൊ ഇങ്ങനെ സഡൻ ബ്രേക്ക് ഇട്ടെ? ഹെഡേക്ക് സാറേ. ഹെഡേക്ക് ഉണ്ടായ കാപ്പി കുടിക്കണം, അല്ലാതെ ഇങ്ങനെ സഡൻ ബ്രേക്ക് അല്ല ഇടുക. അതിനാ നിർത്തിയത്. അഞ്ജലി, സർ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ചായ വാങ്ങി തരാമോ? ഷോ സർ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. അവനവന്റെ കെട്ടിയോളോട് ചോദിക്കുന്ന പോലെ നിന്നോട് കാപ്പി വേണമെന്ന് ചോദിച്ചാൽ നീ ഉടനെ കാപ്പി മേടിച്ചു കൊടുക്കോ? നീ ഇറങ്ങി പോകാൻ നോക്കുന്നു. അതുകൊണ്ടല്ല സർ, അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രശ്നം. അതുകൊണ്ട് എന്താ ഇപ്പോ? അവനവന്റെ ജോലി അവനവൻ നോക്കണം. അയ്യോ സർ പറഞ്ഞത് അദ്ദേഹത്തിന് ദേഷ്യം വന്നെന്നാ തോന്നേ. വരട്ടെ, കാശില്ലാതെ വരുന്ന സാധനം അത് മാത്രമേ ഉള്ളൂ. പല്ല് പോയ പാമ്പ് പോലും ചീറ്റും. കീപ് ക്വയറ്റ് ആൻഡ് സിറ്റ് റൈറ്റ്. ഓക്കെ സർ.